ഡൽഹി ചാവറ കുര്യാക്കോസ് ഏരിയ സച്ചിനെ ഉപപ്രാസിയമ്മയും വിശുദ്ധരായ ഉയർത്തിയ ദേശീയ ആഘോഷത്തിന്റെ സമാപന ചടങ്ങിലാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ രാജ്യത്ത് നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി നിലപാട് വ്യക്തമാക്കിയത് രാജ്യത്ത് മതസ്വാതന്ത്ര്യം ലംഘിക്കാൻ തന്റെ സർക്കാർ അനുവദിക്കില്ല. മതസ്വാതന്ത്ര്യം ഓരോ പൗരന്റെയും അവകാശമാണ്. സ്വന്തം വിശ്വാസം പാലിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉറപ്പാക്കി തുല്യമായ ബഹുമാനവും അവകാശവും നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ല. ഇത്തരം നടപടികൾ അപലപിക്കുന്നു. ആക്രമണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. Any religious group belonging to the majority or the minority to incite hatred against others overtly or covered. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന മതപരിവർത്തനത്തിനല്ലെന്ന് CBCI വൈസ് പ്രസിഡന്റ് മാർക്കസ് താഴ്ത്ത പറഞ്ഞു. മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കി. ഡൽഹി ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ കുറച്ച് ആക്രമണം നടന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിക്കാതിരുന്നത് ഏറെ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. വൈകിയാണെങ്കിലും പ്രധാനമന്ത്രിയുടെ പ്രതികരണം ക്രൈസ്തവ സമൂഹത്തിനും ന്യൂനപക്ഷങ്ങൾക്കും ഏറെ പ്രതീക്ഷ പകരുന്നതാണ്. ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നിന്നും ക്യാമറ വിനോദ് സഭാഷിനൊപ്പം വിക്ടർ ജോസഫ്, മനോരമ ന്യൂസ്. കൗണ്ടർപോയിന്റ് ചേരുന്നത് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, BJP നേതാവ് ശ്രീ ജോർജ് കുര്യൻ, മലയാളം നടന്ന ഡൽഹി ചീഫ് കറസ്പോണ്ടന്റ് ശ്രീ ജോർജ്, ഒപ്പം മുൻ കോൺഗ്രസ് നേതാവുമായ ശ്രീ KV തോമസിനെ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയിലേക്ക്. പിതാവ് ഇന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് ശേഷം അങ്ങ് പറഞ്ഞത് ഈ വാക്കുകളിൽ ആത്മാർത്ഥത കാണുന്നു സഭ എന്നാണ്. എന്താണ് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനം? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിലോ അതോ നരേന്ദ്രമോദി എന്ന വ്യക്തിയിൽ തന്നെ സഭയ്ക്ക് വിശ്വാസമുണ്ട് എന്നാണ്? അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് അതും വളരെ ഒരുങ്ങി പറഞ്ഞ ഒരു പ്രസംഗത്തിനിടയിൽ പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് അദ്ദേഹം അർത്ഥം വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞ വാക്കുകളായിട്ടാണ് ഞാനതിനെ കരുതുന്നത്. കാരണം അദ്ദേഹം വളരെ ശക്തമായ ഒരു പ്രസംഗമാണ് ഇന്ന് വിജ്ഞാൻ ഭവനില് നടത്തിയത്. ദേവപ്രാസ്യാമയെ കുറിച്ചും ചാവറ കുര്യാക്കോസ് ഏരിയ സച്ചിനെ കുറിച്ചും പരാമർശിച്ചതിന് ശേഷം ഇന്നത്തെ സമ്മേളനത്തിൽ പ്രസംഗിച്ചവരുടെ ആ അഭ്യർത്ഥനകൾ ഉള്ളിൽ കൊണ്ടുകൊണ്ട് അദ്ദേഹം വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു, എല്ലാ മതവിശ്വാസികൾക്കും ഭാരതത്തിൽ സംരക്ഷണമുണ്ടാകും, ആർക്കും ആരെയും ആക്രമിക്കുവാനുള്ള അവകാശമില്ല എന്നും മതസ്വാതന്ത്ര്യം നമ്മുടെ പാരമ്പര്യമാണ് എന്നും പറയുകയുണ്ടായി. അതില് ആത്മാർത്ഥതയുടെ കുറവൊന്നും കാണേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. പിതാവ് അവിടെ ഉയർന്ന മറ്റു ചില സംശയങ്ങൾ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഭരണഘടന ഒരു പൗരന്റെ സാധാരണഗതിയിൽ ഉറപ്പു നൽകുന്ന അവകാശങ്ങളെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവിടെ മറ്റു ചില പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. ഡൽഹിയിൽ തുടർച്ചയായി ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഒരാഴ്ച മുമ്പ് മാത്രം CBCI പുറത്തിറക്കിയ ഈ വാർത്താക്കുറിപ്പിൽ പോലും ഇത് സംബന്ധിച്ച ആശങ്ക, സർക്കാരിന്റെ നിലപാടുകൾ സംബന്ധിച്ച ആശങ്ക വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഡിസംബറിൽ തന്നെ ഇതേ പ്രധാനമന്ത്രിയോട് സഭാ നേതൃത്വം കണ്ട് ഇത്തരം കാര്യങ്ങളെ അപലപിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു മറുപടിയും ഒന്നും പറയുകയുണ്ടായില്ല. അതിനുശേഷവും എത്രയോ നാളുകൾക്ക് ശേഷമാണ് ആഭ്യന്തരമന്ത്രിയുടെ മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടായി കൃത്യമായ അന്വേഷണത്തിന്. എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞാണ് അന്വേഷണം വരുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുന്നു. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുകൂടിയാണ് പിതാവ് ഈ പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. തീർച്ചയായിട്ടും അദ്ദേഹം ആലോചിക്കുകയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എങ്ങനെ പ്രതികരിക്കണമെന്ന്. ഓരോ വ്യക്തിക്കും ഓരോ പ്രവർത്തന ശൈലിയുണ്ട്. ഒരുപക്ഷെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ശൈലിയുടെ ഒരു ഭാഗമായിരിക്കാം ഇത് എന്ന് മാത്രം ഞാൻ അതിനെ കാണുകയാണ്. ഏതായാലും ഇന്നത്തെ ശക്തമായ ഭാഷയിലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം എല്ലാ മതന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ ഭൂരിപക്ഷ മതങ്ങൾക്കും മതവിശ്വാസികൾക്കും ഒരുപോലെ ആത്മധൈര്യം പകരുന്നതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇത് ജനാധിപത്യ രാജ്യമാണ്. അദ്ദേഹം ഇനിയും പ്രതികരിക്കേണ്ട സന്ദർഭങ്ങളിൽ പ്രതികരിക്കാനായിട്ട് ആവശ്യപ്പെടുവാൻ, അഭ്യർത്ഥിക്കുവാൻ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ടല്ലോ. അത് നമ്മൾ തുറന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അതേ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ നമുക്ക് സ്വീകരിക്കാം. പിതാവ് ഒരിക്കൽ കൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്.
ആശങ്കയ്ക്ക് പരിപൂർണമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഇനിയുള്ള കാര്യങ്ങളിലൂടെ കണ്ടുകൊണ്ടായിരിക്കാം. പക്ഷെ എന്തുവരെയും പരിപൂർണമായ ഒരു പരിഹാരം ഉറപ്പു തരുന്ന രീതിയിലുള്ള വാക്കുകളായിരുന്നു പ്രധാനമന്ത്രിയുടെ. അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി, ഈ സർക്കാരിന് മാത്രമല്ല ഏതൊരു സർക്കാരിനും ഭാരതത്തിൽ ഈ മതനിരപേക്ഷത എടുത്തു കഴിയുവാൻ സാധിക്കുകയില്ല. അത് നമ്മുടെ ഭരണഘടന നൽകുന്ന ഒരു അവകാശമാണ് എന്ന്. അപ്പോൾ പിന്നെ അദ്ദേഹം അതിൽ കൂടുതൽ എന്താണ് തെളിവായിട്ട് പറയാനിരിക്കുന്നത്? പിന്നെ രാഷ്ട്രീയ കക്ഷികളുടെ ഇടയിലും മതവിശ്വാസികളുടെ ഇടയിലും ഒക്കെ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്താൽ അതിന് ഉടനടി പരിഹാരം കാണുവാനായിട്ട് അദ്ദേഹത്തിന്റെ സർക്കാർ പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അവസാനമായി സ്കൂൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അതിന് അദ്ദേഹം നടപടി ഉടനെ എടുക്കുകയുണ്ടായി എന്നുള്ള വസ്തുതയും നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കണം. തീർച്ചയായിട്ടും സ്കൂൾ ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ് നടപടി ഉണ്ടായത് എന്ന് കൂടി ഓർക്കേണ്ടിയിരിക്കുന്നു. പിതാവിന്റെ വാക്കുകളിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളെല്ലാം ഡൽഹി പോലീസ് ആദ്യം പറയാൻ ശ്രമിച്ചതുപോലെ അല്ലെങ്കിൽ പിന്നീട് ചില BJP നേതാക്കളെങ്കിലും സ്ഥാപിക്കാൻ ശ്രമിച്ചതുപോലെയോ മോഷണമോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരുടെ പ്രവൃത്തിയോ ആയിരുന്നില്ല, മറിച്ച് വ്യക്തമായ വർഗീയ അജണ്ടയോടുകൂടി നടന്ന ചില പ്രവർത്തികളായിരുന്നുവെന്ന് കത്തോലിക്ക സഭ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അജണ്ട തീർച്ചയായിട്ടും അത് പ്രവർത്തിച്ചവർക്കുണ്ടായിരുന്നു. അത് സർക്കാരിന്റെ അജണ്ടയായിട്ട് നമ്മൾ കാണേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയായിട്ട് കാണേണ്ടതില്ല. ഈ അപ്രകാരം പ്രവർത്തിച്ചവരുടെ പ്രവർത്തനങ്ങളെ എല്ലാം നിരീക്ഷിച്ച് പഠനം ചെയ്ത് ശേഷമായിരിക്കാം ഇപ്പോൾ പ്രധാനമന്ത്രി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ശ്രീ ജോർജ് കുര്യൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കത്തോലിക്ക സഭയുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അതിന് തീർച്ചയായും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം ഡൽഹിയിൽ നടന്ന സമരങ്ങൾ പോലും ഈ ആക്രമണങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി അതിനുശേഷം എന്തു പറയുന്നു എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു. അവിടെ അദ്ദേഹം പറയുന്നത് മതസ്വാതന്ത്ര്യം സംരക്ഷിക്കും, ഒരു മതത്തിന്റെ മേൽ കടന്നു കയറാൻ മറ്റാരെയും അനുവദിക്കില്ല. അത് ക്രിസ്ത്യൻ എന്നൊരു വാക്ക് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല, എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്ത്. അതൊരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിലും അദ്ദേഹം പറയണം, ഭരണഘടന ഒരു പൗരന് കൊടുക്കുന്ന രാജ്യത്തെ പൗരന്മാർക്ക് എല്ലാം നൽകുന്ന അവകാശത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്ര പറഞ്ഞാൽ മതിയായിരുന്നു ആ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത് പിതാവ് തന്നെ വളരെ പക്വതയോടുകൂടി അത് പറഞ്ഞില്ല. കാരണം അത് അദ്ദേഹം എവിടെയാണ് പ്രസംഗിച്ചത്, ആ പ്രസംഗിച്ച ആ അന്തരീക്ഷത്തിൽ തന്നെ എവിടെയാണോ പ്രസംഗിച്ചത് ആ സമ്മേളനത്തിൽ തന്നെ അതിന് വളരെയധികം സാങ്കത്യമുണ്ടല്ലോ. അപ്പൊ വളരെ വ്യക്തമാണ്, പ്രത്യേകിച്ച് ഡൽഹിയിലാണ് നടന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചത് കേരളത്തിലെ BJPയുടെ നേതാക്കന്മാരും പ്രവർത്തകരുമാണ്. കാരണം അതിന് ഒരു രാഷ്ട്രീയ മാനവും അതിൻ്റെതായിട്ടുള്ള ആ പ്രശ്നങ്ങളും ചർച്ചകളും ഒക്കെ ഏറ്റവും കൂടുതൽ നടന്നത് കേരളത്തിലാണ്. അപ്പൊ പിതാവ് പറഞ്ഞതുപോലെ വളരെ വ്യക്തമായിട്ട് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, പ്രധാനമന്ത്രി വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ പ്രധാനമന്ത്രി പറയുന്നു ഭരണഘടന പ്രദാനം ചെയ്യുന്ന എല്ലാ അവകാശങ്ങളും എല്ലാ മതങ്ങൾക്കും നൽകും എന്നും ഏത് ഭാഗത്ത് നിന്ന് അക്രമം ഉണ്ടായാലും അതിനെ നേരിടുമെന്നും ഒരു പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു കത്തോലിക്ക സഭയുടെ ഒരു സമ്മേളനത്തിലാണ്, മീറ്റിംഗിലാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അതിനകത്ത് എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ പേരുകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യത്തിനും കീഴ്വഴക്കത്തിനും അനുസരിച്ചുള്ള കാര്യമാണ്. ജനങ്ങൾക്ക് മുഴുവൻ അത് ഏത് മതത്തിൽ നിന്ന് ആർക്കുണ്ടായാലും അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽ നിന്ന് ആർക്കുണ്ടായാലും, സാമൂഹിക വിരുദ്ധരിൽ നിന്നായാലും അതുപോലെ തന്നെ മോഷ്ടാക്കളിൽ നിന്നായാലും തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടേണ്ടത് തീർച്ചയായിട്ടും അത് സർക്കാരിന്റെ കടമയാണ്. അദ്ദേഹത്തിന് തന്റെ ഈ കടമയെ കുറിച്ച് ഓർമ്മ വരാൻ ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലം വരേണ്ടി വന്നു. അതല്ല, ഡൽഹിയില് ഞാൻ ജനുവരി മാസം അവസാനം ചെന്നപ്പോഴും ഡൽഹിയിലെ വളരെ മുതിർന്ന ഒരു പത്രപ്രവർത്തകൻ ശ്രീ ജോർജ് പള്ളിവഴി ദീപയുടെ വളരെ മുതിർന്ന ഒരു പത്രപ്രവർത്തകനാണ്. അദ്ദേഹം പറഞ്ഞു ജനുവരി മാസം ആദ്യം തന്നെ പ്രധാനമന്ത്രിയെ പോയി കണ്ടിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം സമ്മതിച്ചു, ഞാൻ വരാൻ തയ്യാറാണ്
ചാലിക്കാട്ടിലെ ആദ്യത്തെ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹം നേരിട്ടിടപെടുകയും അതിനെപ്പറ്റി സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് പറയുകയും ആവശ്യപ്പെടുകയും ചെയ്തതാണ്. ഓരോ പ്രാവശ്യവും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഇടപെടുന്നത് നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും ഡൽഹിയിലെ പോലീസ് പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കേണ്ടി വരുന്നു. അത് ഞങ്ങൾക്കെല്ലാം തന്നെ ദുഃഖകരമായിട്ടുള്ള കാര്യമായിരുന്നു. ഞങ്ങളെല്ലാം തന്നെ അതിന്റെ വികാരത്തിന്റെ പ്രകടിപ്പിച്ചിട്ടുള്ളതുമാണ്. തീർച്ചയായിട്ടും പോലീസ് ശക്തമായിട്ടുള്ള നടപടി എടുക്കേണ്ടതാണ് എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം. കാരണം അത് കളവാണെങ്കിലും അത് പോലീസിന്റെ പണിയാണല്ലോ കളവ് തടയുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരിന്റെ വിശദി സമഗ്രമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അത് പോലീസിൻ്റെത് ഫലപ്രദമായില്ല എന്ന് അംഗീകരിക്കുകയും ചെയ്യും. ശ്രീ ജോർജ് ഞാൻ ചോദിച്ചത് അതേയല്ല. പ്രധാനമന്ത്രി രാജ്യത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഒരു മതന്യൂനപക്ഷത്തിന്റെ സമ്മേളനത്തിൽ വന്ന് എടുത്തു പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് തന്നെ തന്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ കുറിച്ചുള്ള ആശങ്ക, തന്റെ ഒപ്പം നിൽക്കുന്നവർ തന്നെ ന്യൂനപക്ഷങ്ങളെ എങ്ങനെ കണക്കാക്കുന്നു എന്നുള്ള ആശങ്ക ഉള്ളതുകൊണ്ടാണോ അദ്ദേഹം പ്രത്യേകിച്ച് ഇങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ സമ്മേളനത്തിൽ വന്നിട്ട് എല്ലാവരെയും ഞാൻ സംരക്ഷിച്ചോളാമെന്ന് ഏറ്റു പറയേണ്ടി വരുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, നമ്മുടെ ഭരണഘടനയുടെ 25 തൊട്ട് 30 വരെയുള്ള, അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിന് മൗലിക അവകാശങ്ങളിൽ തന്നെ 25 തൊട്ട് 30 വരെയും പറയുന്നത് ഇങ്ങനെയുള്ള മതപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ പറ്റിയാണ്. ഇനി തീർച്ചയായിട്ടും നിങ്ങളൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചയാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലാക്കുന്നു. നിരന്തരമായിട്ടുള്ള ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ആ ചർച്ച അങ്ങനെ വഴിതിരിച്ചുകൊണ്ടോന്ന് ആഗ്രഹിക്കുന്നു മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ നമ്മുടെ ബൈബിളിന്റെ ഒരു സീരിയല് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്രക്ഷേപണം ചെയ്തപ്പോൾ, സർക്കാരിന്റെ പട്ടികയിലെ DD ദൂരദർശൻ പ്രക്ഷേപണം ചെയ്തപ്പോൾ ജനവിഭാഗങ്ങൾ ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പിൻവലിക്കുകയുണ്ടായി. അന്ന് ഒരു ഭരണകൂടവും ഒരക്ഷരവും വേണ്ടിയില്ല, ഒരു പ്രധാനമന്ത്രിയും പറഞ്ഞില്ല. കാരണം അത് ചിലർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഗുണം കിട്ടില്ല, വോട്ട് കിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ എന്റെ സംശയം ഡൽഹിയിൽ ഈ മാസങ്ങളിൽ നടന്ന സംഭവങ്ങളും അതിനോട് സഭ പ്രതികരിച്ച രീതിയും സഭയുടെ ആവശ്യങ്ങളും എല്ലാം മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് സഭ എടുക്കുന്ന ഈ നിലപാടിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? സഭയ്ക്ക് പൂർണ്ണമായൊരു സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കുന്ന അത്രയും കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് കർദിനാൾ ആലഞ്ചേരി പിതാവ് വളരെ സൗമ്യനായ വ്യക്തിയാണ്. ആ സൗമ്യതയോടെ തന്നെയാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളെ കേട്ടിരിക്കുന്നത്. പക്ഷേ ഡൽഹിയിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അഭിമന്യ പിതാവിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത് സ്വാതന്ത്ര്യ ദിനത്തിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിലേക്കാണ്. അന്ന് അദ്ദേഹം എന്തു പറഞ്ഞു എന്നുള്ളതും ഇന്ന് എന്തു പറയുന്നു എന്നുള്ളതും പ്രസക്തമാണ്. അന്ന് അദ്ദേഹം ചുവപ്പുകോട്ടയിൽ നിന്നുകൊണ്ട് പറഞ്ഞത് 10 വർഷത്തേക്ക് രാജ്യത്ത് കമ്മ്യൂണൽ വയലൻസിന്, വർഗീയ കലാപങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. അതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞു, എന്റെ വാക്കുകൾ വിശ്വസിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, എല്ലാ കഴിഞ്ഞ പാപങ്ങളൊക്കെയും നമുക്ക് മറക്കാം, നമുക്ക് നന്മയുടെയും സാഹോദര്യത്തിന്റെയും പാതയിൽ പോകാം എന്ന് ഓഗസ്റ്റ് 15 പറഞ്ഞ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് പിന്നെ പാർലമെന്റിൽ എന്ത് പറയേണ്ടി വന്നു എന്നുള്ള ഒരു കാര്യം. അതിനുശേഷം വർഗീയമായ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹത്തോട് പാർലമെന്റിലുള്ള നിലപാട് ചോദിച്ചു. അദ്ദേഹം മൗനം പിടിയാൻ തയ്യാറായില്ല. അതുകൊണ്ട് രാജ്യസഭ ദിവസങ്ങളോളം തടസ്സപ്പെട്ടു. അതിനുശേഷമാണ് CBCI ഇതേലേഖനം ഇറക്കുന്നത്. ആ ഇതേലേഖനം ഇന്ത്യയിലെ പള്ളികളിലെല്ലാം വായിച്ചു, കത്തോലിക്ക ദേവാലയങ്ങളിലൊക്കെ വായിച്ചു. അതിനുശേഷം ബാംഗ്ലൂരിലെ ലത്തീൻ കത്തോലിക്ക മെത്രാന്മാരുടെ യോഗത്തിന് ശേഷം മെത്രാന്മാർ മെഴുകുതിരി പ്രദക്ഷിണം നടത്തി. അതിനുശേഷം മോഡി ഇന്ന് വന്ന് വിജ്ഞാൻ ഭവനിൽ നിന്ന് പറയുന്നു, എല്ലാ മതങ്ങളും ഒന്നുപോലെയാണ്, എല്ലാവർക്കും മതപരമായ അവകാശമുണ്ട്, വിശ്വാസപരമായ അവകാശമുണ്ട് എന്നൊക്കെ. എന്റെ സംശയം, എന്തിന് പ്രധാനമന്ത്രി എല്ലാവരും പരിവർത്തന ബഹുമാനം വേണം, പക്ഷേ നരേന്ദ്രമോദിയുടെ വാക്കുകളെ എന്തിന് വിശ്വസിക്കണം എന്നുള്ളതാണ്. കാരണം മറ്റൊന്നുമല്ല, ഇതുവരെ നടന്ന സംഭവങ്ങളോടുള്ള പ്രതികരണം തന്നെയാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, അദ്ദേഹം ഇവിടെ
സീറോ മലബാർ സഭ ഒരുക്കിയ ഒരു വേദി അദ്ദേഹം ഉപയോഗിച്ചു. അദ്ദേഹം രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അതിന് വിടുതലാണ് അദ്ദേഹം ഉപയോഗിച്ചു. പക്ഷേ ഇതേ കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് തോന്നുന്നത് പറയേണ്ടിയിരുന്നത് നാഗ്പൂരിലായിരുന്നു, RSSന്റെ ആസ്ഥാനത്ത് പറയണമായിരുന്നു, സംഘപരിവാർ പറയണമായിരുന്നു. കാരണം പ്രശ്നം ഉണ്ടാക്കുന്നത് ക്രൈസ്തവർ തമ്മിലല്ല പ്രശ്നങ്ങളുള്ളത്, ക്രൈസ്തവരല്ല പള്ളി ആക്രമിക്കുന്നത്. പള്ളി അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഏത് വിഭാഗത്തിൽ നിന്നാണ് വ്യക്തമാണ്. അവിടെ തന്നെ ചില തരത്തിലെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ സ്ഥാപനങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ 5 ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഒരു വർഗീയ അജണ്ട ഉണ്ട് എന്നുള്ളത് ന്യൂനപക്ഷ സ്ഥാപനങ്ങളായതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയും അത്തരം ചർച്ചകളിലേക്ക് പോകുന്നതിന്റെ ഒരു യുക്തിയും ചോദ്യം ചെയ്യപ്പെട്ടെ. തീർച്ചയായിട്ടും അത് ഒരു വശത്ത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയപ്പോൾ രാജ്യത്ത് ക്രൈസ്തവരുടെ മാത്രം കാര്യമല്ല, ക്രൈസ്തവരെക്കാൾ കൂടുതലായിട്ട് സംഖ്യയിലുള്ള 13-14% മുസ്ലിങ്ങൾക്കുണ്ടായ ആശങ്കയാണ്. അതിന്റെ പ്രധാന കാരണം ഗുജറാത്ത് അനുഭവമാണ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനയെ കുറിച്ച് പറയുമെങ്കിൽ അദ്ദേഹം തൊട്ട് സത്യം ചെയ്ത് മുഖ്യമന്ത്രിയായ ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം. 2004 സുപ്രീം കോടതി പറഞ്ഞത് എന്താണ് എന്ന് നമുക്കറിയാം. ജസ്റ്റിസ് അരവിന്ദ് പ്രസാദിന്റെ വിധി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതിന് പറഞ്ഞിരിക്കുന്നത് അന്ന് അവിടെ ഭരിച്ചവരെ കുറിച്ച് സുപ്രീം കോടതി വിളിച്ചത് അഭിനവ നീറോകൾ എന്നാണ്, മോഡൽ ഡേ ഹീറോസ്. അന്ന് എനിക്ക് തോന്നുന്നില്ല വേറെ രാജ്യത്തെ ആരെ കുറിച്ചെങ്കിലും ആ സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുമ്പോൾ ഇന്ന് വന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ, ബൈബിളിലെ വാക്കുകൾ കടമെടുത്താൽ പൊള്ളയായ വചനങ്ങളാണ്, പൊള്ളയായ ശബ്ദമാണ് എന്നുള്ളത് ആചരിപ്പിടാവുന്ന വളരെ കാര്യമില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ബൈബിളിലെ ഒരു രാഷ്ട്രീയ പ്രസ്താവനയുടെ അപ്പുറത്തേക്ക് എന്തെങ്കിലും വില കൽപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കത്തോലിക്ക സഭയ്ക്ക് സ്വാഭാവികമായിട്ടും സഭയുടേതായ നിലപാടുകളുണ്ട്, സഭയുടേതായ ആശങ്കകളുണ്ട്. അത് വരുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് തങ്ങളുടേതായ വേദിയിൽ വന്നിട്ടുള്ള പല കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ വിശദമായിട്ട് വിമർശിക്കാനോ അതിനെതിരെ മനസ്സിൽ വിമർശനം തോന്നിയാൽ പറയാനോ അപ്പോൾ സാധിക്കുന്നതായിട്ട് പോവുകയാണ്. പിതാവ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പഴയ കഥ മറക്കാൻ സഭയ്ക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതാണ് നിൽക്കട്ടെ. മറ്റൊന്ന്, ഇപ്പോഴത്തെ നിലപാടുകളുടെ ആത്മാർത്ഥതയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പള്ളികളിലുണ്ടായ ആക്രമണത്തെ കുറിച്ച് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ പോലും അന്ന് പറഞ്ഞിട്ട് പോലും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന നോട്ടിൽ എവിടെയും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ കുറിച്ച് എന്ന് പറയുന്നില്ല. ഡൽഹിയിൽ ആകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷണം വേണമെന്നാണ്. അതുപോലെ തന്നെയാണ് ഇന്നും അദ്ദേഹം എടുത്ത നിലപാട്. എല്ലാവരെയും സംരക്ഷിക്കും. അതിനപ്പുറത്തേക്ക് സഭ ഉയർത്തിയ ആശങ്ക, സഭ എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ അതിന്റേതായ രീതിയിൽ അഡ്രസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു സ്ഥാപനത്തോട് അല്ലെങ്കിൽ സഭയോട് ആഭിമുഖ്യമുണ്ട് എന്ന് വിലയിരുത്താൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ശക്തമായി പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ ഞാൻ വെച്ച് പൊറപ്പിക്കില്ല എന്ന് തന്നെയായിരുന്നു പ്രധാനമന്ത്രി നിലയിൽ അദ്ദേഹം പറയേണ്ടിയിരുന്നത്. അതും ഇവിടെ ഉന്നയിക്കപ്പെട്ട മറ്റൊരു ചോദ്യം കൂടെ പറയേണ്ടിയിരുന്ന വേദിയിലായിരുന്നു. പാർലമെന്റിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു പൊതുസദസ്സിലോ ജനങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാവുന്നത് പോലെ ഈ അക്രമത്തിന് പിന്നിലുണ്ടോ എന്നവർക്ക് തോന്നുന്നവർക്ക് പോലും ശക്തമായ സന്ദേശം എന്ന രീതിയിൽ അദ്ദേഹം പറയേണ്ടിയിരുന്നില്ല. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കില്ല. എങ്കിൽ തന്നെ അദ്ദേഹം പറഞ്ഞതിന് ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ള ഒരു വ്യാഖ്യാനം, അതായത് ക്രൈസ്തവർക്കെതിരെ ഒരാക്രമണം പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രധാനമന്ത്രി ക്രൈസ്തവ മാത്രം സംരക്ഷകനാണോ എന്നുള്ള ചോദ്യം അദ്ദേഹത്തോട് ഉണ്ടാകുന്നില്ലേ? ക്രൈസ്തവർ ഉന്നയിച്ച അല്ലെങ്കിൽ കത്തോലിക്ക സഭ, ക്രൈസ്തവരുടെ മറ്റൊരു കത്തോലിക്ക സഭ ഉന്നയിച്ച CDC ആയിട്ടുള്ള ഉത്തരവാദിത്തമുള്ള ഒരു സംഘടന ഉന്നയിച്ച ആശങ്കയോട് പ്രധാനമന്ത്രി എങ്ങനെ പ്രതികരിച്ചു? അതിനെ തന്നെ അഡ്രസ് ചെയ്യേണ്ട, ആ വിഷയത്തെ തന്നെ അഡ്രസ് ചെയ്യേണ്ടായിരുന്നു എന്നതാണ് ചോദ്യം. ആ വിഷയം തന്നെയാണ് പൊതുവായ രീതിയിൽ അദ്ദേഹം അഡ്രസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വേദിയിൽ വന്ന് അദ്ദേഹം സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗത്തിലോ ഇനി അല്ലെങ്കിൽ പാർലമെന്റിലോ പറഞ്ഞാൽ മതിയായിരുന്നു. ഈ വേദിയിൽ വന്ന് ഞങ്ങൾ തന്നെ ഈ വേദിയിൽ വെച്ച് തന്നെ ഈ സംരക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പൊതുവായ ഭാഷയിൽ സംസാരിച്ചുവെങ്കിൽ തന്നെയും ക്രൈസ്തവരുടെ ആശങ്കകളെ അകറ്റാൻ വേണ്ടി കൂടിയാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ആ ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി അതിനെ അപലപിച്ചിരുന്നെങ്കിൽ പിന്നീടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് അങ്ങനെ പിതാവ് വരുന്നു. അന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതൊക്കെ നീതിന്യായ വകുപ്പുകൾക്ക് കൈകാര്യം ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങളാണെന്നാണ്. അത് ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. അതിൽ കവിഞ്ഞ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാൻ ഇപ്പോൾ പ്രതികരിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുക. കാരണം അന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം തീർച്ചയായും പോലീസ് അതിന് വേണ്ട പ്രതികരണം ചെയ്യുന്നു. ഞാനിവിടെ ഉണ്ടല്ലോ, നിങ്ങൾ അതിൽ നിന്നും ആശങ്ക ഉണ്ടാകേണ്ട എന്ന പൊതുവായ ഭാഷയിൽ മാത്രമേ അന്ന് ചെന്നവരോട് അദ്ദേഹം സംസാരിച്ചിരുന്നത്. ഇന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു ഇതിങ്ങനെ ഒരു പരമ്പരയായിട്ട് നടക്കുന്നു, കുടിയിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ക്രൈസ്തവരുടെ തന്നെ ഒരു വേദിയിൽ വന്ന് ശക്തമായ ഭാഷയിൽ ഈ ഭരണഘടന ഉറപ്പുവരുത്തുന്ന മതസ്വാതന്ത്ര്യത്തെ കുറിച്ചും മതവിശ്വാസികൾ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കേണ്ടതിനെ കുറിച്ചും പറഞ്ഞുവെന്നാണ് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായതിന് പിന്നെ ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടെന്നാണ് കരുതുന്നത്. തീർച്ചയായിട്ടും കാര്യം കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി ഉണ്ടായ തെരഞ്ഞെടുപ്പ് ഫലം അത് നമ്മൾ അദ്ദേഹത്തെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകും നരേന്ദ്രമോദി എന്തുകൊണ്ട് പുറമെയെങ്കിലും പതിവിലേറെ സൗമ്യനാണ്. അതൊരു വശത്തുണ്ട്. അതിന് മുൻപ് വാസ്തവത്തിൽ നമുക്ക് ഈ ഒരു ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് ഒരു ഭാരത പൗരനെന്നുള്ള നിലയ്ക്ക് സങ്കടം തോന്നിയൊരു കാര്യമാണ് മറ്റൊരു രാജ്യത്തെ പ്രസിഡന്റ് വന്നിട്ട്, അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടുത്തെ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച്, അതിന്റെ ആവശ്യകതയെ കുറിച്ച്, ഇവിടുത്തെ ഈ ഭരണഘടന 25-ാം വകുപ്പ് ഉദ്ധരിച്ച് പറയുക. ആ ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പല വിദേശത്ത് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം, സ്വദേശത്ത് സ്വാഭാവികമായിട്ടും അതിന് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടായിരിക്കാം. അത്തരമൊരു സാഹചര്യത്തില് പിന്നെ പ്രത്യേകിച്ചും അദ്ദേഹം ഊന്നൽ കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, വികസനത്തിനാണ്, എല്ലാവരുടെയും വികസനം, എല്ലാവർക്കും ഒപ്പം നിൽക്കുക, എല്ലാവരുടെയും വികസനമാണ് ഉദ്ദേശിക്കുന്നത്. അതിന് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു ട്രാക്ക് റെക്കോർഡുമായിട്ട് ഇവിടെ ന്യൂനപക്ഷങ്ങൾ കേൾക്കുന്ന പീഡനങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് വിദേശത്തേക്ക് പോവുക എളുപ്പമല്ല. അദ്ദേഹത്തിന് തന്നെ അമേരിക്കയിലെ വിസ നിഷേധിക്കപ്പെട്ട സാഹചര്യം അറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ സൗമ്യമായ ഭാവം കാണിച്ചാൽ മാത്രമേ ഇനി മുന്നോട്ട് സാധാരണ രീതിയിൽ യാത്ര സാധ്യമാവുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. അത് തെരഞ്ഞെടുപ്പ് ഒരു കാരണമാണ്. തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് ഏറെ വ്യാഖ്യാനിക്കുന്നു എന്ന് പറയാറുണ്ട്. തുടർ